നിങ്ങൾ പുകവലിക്കാറുണ്ടോ? നിങ്ങൾക്ക് വിട്ടുമാറാത്ത ഈ തുമ്മല് അല്ലെങ്കിൽ ജലദോഷം, മൂക്കടപ്പ് തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് നിസ്സാരമായ അലർജി കംപ്ലൈന്റ് ആണെന്ന് വിചാരിച്ച് തള്ളിക്കളയണ്ട. ഇത് നിങ്ങളുടെ ശ്വാസകോശം നിങ്ങൾക്ക് നൽകുന്ന വാണിംഗ് സൈനാണ്. നമ്മുടെ ക്ലിനിക്കിലൊക്കെ വരുന്ന പല പേഷ്യൻസും ചോദിക്കുന്ന ചോദ്യമാണ് ഈ പുകവലി അലർജി കൂട്ടുമെന്നുള്ളത്. എന്നാൽ ഈ പുകവലി കൊണ്ട് അലർജി കൂടുന്നതിനേക്കാൾ കൂടുതൽ അലർജിക് ലക്ഷണങ്ങൾ ഇരട്ടിയാവാനാണ് ചാൻസ് കൂടുതൽ. ഇതെങ്ങനെയാണെന്നല്ലേ, നമ്മുടെ ഈ സിഗരറ്റ് പുകയിൽ ഉണ്ടാവുന്ന 5000-ലധികം കെമിക്കൽസ് നമ്മുടെ ശ്വാസനാളത്തിലുള്ള ഈ സംരക്ഷണ കവചമായിട്ടുള്ള സീലിയയില് ഇറിറ്റേഷൻ ഉണ്ടാക്കും, അല്ലെങ്കിൽ അതിന് കേടുപാടുകൾ വരുത്താനും പൊടി അല്ലെങ്കിൽ അലർജി ഉണ്ടാക്കുന്ന വസ്തുക്കൾ നമ്മുടെ ശ്വാസകോശത്തിലേക്ക് പെട്ടെന്ന് എത്താനുള്ള ചാൻസും കൂടുതലായിരിക്കും. സോ ഇത് നിങ്ങൾക്ക് സൈനസൈറ്റിസ്, ആസ്മ, ശ്വാസ തടസ്സം പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും. കുട്ടികൾക്കാണെങ്കിൽ ഇത് ക്രോണിക് ആയിട്ടുള്ള ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാവുന്നതാണ്. ഇതുപോലെ തന്നെ ഈ പാസീവ് സ്മോക്കിംഗ്, അതായത് മറ്റുള്ളവർ വലിക്കുന്ന പുക നമ്മൾ ശ്വസിച്ചാലും ഇത്തരം പ്രശ്നങ്ങൾ തന്നെയാണ് കൂടുതലായിട്ട് ഉണ്ടാവുന്നത്. സോ നിങ്ങൾ ഈ അലർജിക്ക് മെഡിസിൻ എടുക്കുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ടത്, പുകവലി പോലുള്ള ദുശീലങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അത് ആദ്യം നിർത്തിയതിനു ശേഷം മാത്രം മെഡിസിൻ കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുക. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള റിക്കവറി ഉണ്ടാവുന്നതല്ല, കൂടെ തന്നെ നിങ്ങൾക്ക് ക്രോണിക് ആയിട്ടുള്ള സിവിയർ ആയിട്ടുള്ള ശ്വാസതടസ്സം പോലുള്ള ആസ്മ പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനും ചാൻസ് കൂടുതലാണ്.